നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധിയുടെയും കസ്തൂർബ ഗാന്ധിയുടെയും ജീവിതത്തിലെ വളരെ ലളിതമായ പക്ഷെ ഒരുപാട് ആഴത്തിലുള്ള ഒരു കഥയാണ്. സബർമതി ആശ്രമത്തിൽ നടന്ന ഒരു ചെറിയ സംഭവം, അതിലൊളിഞ്ഞിരിക്കുന്ന ഒരു വലിയ പാഠം. നമുക്ക് തുടങ്ങാം. ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. സചിത്ര ബാൽകഥായെ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഈ കഥ നമ്മൾ ഈ ചോദിച്ച ചോദ്യത്തിന് വളരെ മനോഹരമായൊരുത്തരം നൽകുന്നുണ്ട്. അപ്പോ കഥ തുടങ്ങുകയാണ്. സബർമതി ആശ്രമത്തിലെ ഒരു വൈകുന്നേരം അവിടെ അപ്രതീക്ഷിതമായ ഒരു പ്രശ്നം ഉടലെടുക്കുന്നു. സമയം രാത്രിയാണ്. ആശ്രമം പതിവിലും ശാന്തമാണ്. എല്ലാവരും അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കാൻ തുടങ്ങുന്ന ഒരു നേരം. പെട്ടെന്നാണ് അവിടേക്ക് കുറച്ച് അതിഥികളെത്തുന്നത്, അതും ഒട്ടും പ്രതീക്ഷിക്കാതെ. കൂട്ടത്തിൽ പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റുവിനെ പോലെയുള്ള പ്രമുഖരുമുണ്ട്. ഇത്രയും വൈകിയ സമയത്ത് അവർക്കെങ്ങനെ ആതിഥ്യമരുളും എന്നതായി അടുത്ത ചിന്ത. അവിടത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അടുക്കളയുടെയൊക്കെ ചുമതലയുണ്ടായിരുന്ന അതായത് കസ്തൂർബ ഗാന്ധി ആ ദിവസത്തെ കഠിനാധ്വാനം കാരണം തളർന്നുറങ്ങുകയായിരുന്നു. അപ്പോ ഈ ഒരു സാഹചര്യത്തില് ബാപ്പു, നമ്മുടെ ഗാന്ധിജി, എന്താണ് ചെയ്തതെന്നല്ലേ നമുക്ക് നോക്കാം. ഒരുപാട് ജോലിയെടുത്ത് ക്ഷീണിച്ചുറങ്ങുന്ന ഭാര്യയെ വിളിച്ചുണർത്താൻ ബാപ്പുവിന് തോന്നിയില്ല. അത് സ്വാഭാവികമാണല്ലോ, അല്ലേ? അദ്ദേഹം അവരുടെ വിശ്രമത്തെ മാനിച്ചു. പകരം ബാപ്പു ചെയ്തതെന്താന്ന് വെച്ചാൽ, അടുക്കളയിൽ സഹായിക്കാനായുണ്ടായിരുന്ന 2 കുട്ടികളെ അടുത്തേക്ക് വിളിച്ചു. അതിലൊരാള് നമ്മുടെ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു കുട്ടിയായിരുന്നു, മറ്റൊരാള് കുസും എന്നു പേരുള്ള ഒരു പെൺകുട്ടിയും. എന്നിട്ട് ആ കുട്ടികളോട് വളരെ സൗമ്യമായി അതിഥികൾക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അവരുടെ സഹായത്തോടെ ബായ ഒട്ടും ശല്യപ്പെടുത്താതെ തന്നെ അതിഥികൾക്ക് ഭക്ഷണം കൊടുത്തു. അപ്പോ ആ പ്രശ്നം അവിടെ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് സംഭവിക്കുന്നത് ഉറക്കമുണർന്നതിന് ശേഷമാണ്. കുറച്ചു കഴിഞ്ഞ് ഉറക്കമുണർന്ന പതിവ് പോലെ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോഴാണ് താൻ ഉറങ്ങുന്ന സമയത്ത് അവിടെ ഭക്ഷണം പാകം ചെയ്തതായും അതിഥികളെ സൽക്കരിച്ചതായും അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ ബാപ്പുവിനോട് പറഞ്ഞ ആ വാക്കുകൾ, അതാണ് ഈ കഥയുടെ കാതൽ. അവര് ചോദിച്ചതിതാണ്, എന്നെ എന്തുകൊണ്ട് വിളിച്ചുണർത്തിയില്ല? ഈ കുട്ടികൾക്കും വിശ്രമിക്കേണ്ടതല്ലേ? നോക്കൂ, അവരുടെ ആദ്യത്തെ ചിന്ത സ്വന്തം കാര്യമായിരുന്നില്ല, മറിച്ച് ആ കുട്ടികളെക്കുറിച്ചായിരുന്നു. ബായുടെ ആ ഒരു ചെറിയ സൗമ്യമായ ശാസനയിൽ യഥാർത്ഥ സേവനം, യഥാർത്ഥ സഹാനുഭൂതി എന്താണെന്നതിന്റെ വലിയൊരു തലമുണ്ട്. ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള പരിഗണന കാണാൻ പറ്റും. ഒന്ന് ബാപ്പുവിന്റേത്. അദ്ദേഹത്തിന്റെ അനുകമ്പ ക്ഷീണിച്ചുറങ്ങുന്ന തന്റെ ഭാര്യയോടുള്ളതായിരുന്നു. എന്നാൽ ബായുടെ അനുകമ്പയോ? അത് ആ അടുക്കളയിലെ ചെറിയ സഹായികളായ കുട്ടികളിലേക്ക് കൂടി നീണ്ടു. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു അത്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എപ്പോഴും നോൽക്കുന്ന ഈ ഒരു ശീലം, അതുതന്നെയായിരുന്നു ബാപ്പുവിന്റെയും ബായുടെയും സ്വഭാവത്തിന്റെ അടിത്തറ. അതുകൊണ്ടാണ് അവർ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന വ്യക്തികളായി മാറിയതും. ഈയൊരു വാചകം നോക്കൂ. മറ്റുള്ളവരോടുള്ള സംവേദനക്ഷമതയും സേവന മനോഭാവവുമാണ് ഒരു വ്യക്തിയെ ദൈവീകതയിലേക്ക് നയിക്കുന്നത്. ആ രാത്രിയിലെ ചെറിയൊരു സംഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് ഈയൊരു തത്വം തന്നെയാണല്ലേ. അപ്പോ ഇത്രയും കേട്ടുകഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ഈ പഴയ കഥയ്ക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എന്താണ് പ്രസക്തിയെന്ന്. ഈ കഥ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ളവരുടെ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ സഹായിക്കുന്നവരുടെ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരുടെ അധ്വാനത്തെയും അവരുടെ വിശ്രമത്തെയും നമ്മൾ എത്രത്തോളം വിലമതിക്കുന്നുണ്ട്? അപ്പോ ബായുടെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സഹാനുഭൂതി എന്നത് നമുക്ക് ഇഷ്ടമുള്ളവരിലേക്ക് മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, അത് എല്ലാവരിലേക്കും എത്തണം. അധ്വാനത്തെപ്പോലെ തന്നെ വിശ്രമവും പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥ സേവനം എല്ലാവരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കുന്ന ഒന്നാണ്. ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷേ നിങ്ങൾ അറിയാതെ തന്നെ ആരുടെയെങ്കിലും വിശ്രമത്തെ നിങ്ങൾ അവഗണിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ചിന്ത നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നന്ദി.